സൈനിക പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയായിട്ടുള്ള ഗ്രൗണ്ട് സീറോ ഇറങ്ങുന്നത് രാജ്യത്തിന് പെഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ഒരുപാട് ജീവനുകളെ നഷ്ടമായ ഒരു സാഹചര്യത്തിലാണ്. ആകസ്മികമായിട്ടാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ സിനിമ വരുന്നത്, സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നത് നമ്മൾ ക്രാഫ്റ്റിന് മുകളിൽ ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കും എന്നതുകൊണ്ടാണ്. എഴുത്തിന്റെ പക്വതക്കുറവും സ്ഥിരം പട്ടാള പടങ്ങളുടെ ബീറ്റുകളും ഫോളോ ചെയ്യുന്ന ഈ സിനിമ ഒരു യഥാർത്ഥ സംഭവത്തെ ഡോക്യുമെന്റ് ചെയ്യുന്നു എന്നതിന്റെ മുകളിലേക്ക് കാര്യമായി ഉയരുന്നില്ല. പക്ഷെ ജിങ്കോയിസമായി മാറുന്ന ഡിലൂഷണലായ തീവ്രദേശീയത ഈ സിനിമയ്ക്ക് ഇല്ല എന്നത് വളരെ വലിയൊരു ആശ്വാസമാണ്. പാർലമെന്റ് അറ്റാക്കിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ജയ്ഷെ മുഹമ്മദ് കമാൻഡർ ആയിരുന്ന ഗാസി ബാബയെ വധിച്ച BSF ഓഫീസർ നരേന്ദ്ര ദൂബെ നയിച്ച ഒരു ഓപ്പറേഷനെ കുറിച്ചാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. 2001-2003 കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. ആ സമയത്ത് കാശ്മീരിലും ഒരുപാട് മിലിറ്റന്റ് ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടായിരുന്നു. അവയ്ക്ക് പിന്നീട് പാർലമെന്റിൽ നടന്ന ആക്രമണവുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. BSFൽ നിന്നും തനിക്ക് കിട്ടുന്ന സോഴ്സുകൾ ഉപയോഗിച്ച് ഗാസി ബാബയെ കണ്ടെത്താൻ ദൂബെ നടത്തിയ ശ്രമങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ കാണുകയാണെങ്കിൽ ഏറെക്കുറെ ഉറി പോലെ ഹൗസ് ദ ജോഷ്, ഹൈസാർ ലെവലിലുള്ള ട്രെയിലറൊക്കെയാണ് ഉള്ളത്. ഉറിയെ പിൻപറ്റി വന്നിട്ടുള്ള ഒരുപാട് മിലിറ്ററി പടങ്ങളിൽ നിന്നും ഗ്രൗണ്ട് സീറോ വ്യത്യസ്തമാകുന്നത് ജമ്മു കാശ്മീരിൽ നിലനിൽക്കുന്ന ഈ ഒരു അവസാനിക്കാത്ത പ്രശ്നങ്ങളുടെ കോറിലേക്ക് നോക്കാനുള്ള അതിൻ്റെ ഒരു ശ്രമം കൊണ്ടാണ്. ചില ഘട്ടങ്ങളിൽ ഇന്ത്യൻ ആർമിക്ക് പോലും ചില നിലപാടുകൾ എടുക്കുമ്പോൾ, പ്രസ്താവനകൾ നടത്തുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നത് സിനിമ കാണിക്കുന്നുണ്ട്. ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണിച്ച് കാര്യങ്ങൾ കുറച്ച് ഫ്രഷ് ആക്കുന്നുണ്ടെങ്കിലും സിനിമയുടെ എഴുത്തിന് ഈ ഒരു പുതുമയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. വളരെ ലീനിയർ ആയിട്ട് പോകുന്ന കഥയ്ക്ക് നമ്മളെ പിടിച്ചിരുത്താനുള്ള ഒരു എനർജി ഇല്ല. വളരെ ഫ്ലാറ്റ് ആയിട്ട് സംഭവിച്ച കാര്യങ്ങളും പരിശ്രമങ്ങളും ഡോക്യുമെന്റ് ചെയ്തു പോവുക മാത്രമാണ് തിരക്കഥ ചെയ്യുന്നത്. തേജസ് പ്രഭ വിജയ് ഡിയോസ്കർ സംവിധാനം ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് സീറോ സൈനികരുടെയും സമാധാനം ആഗ്രഹിക്കുന്ന കാശ്മീരികളുടെയും പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് കഥ പറയുന്നത്. ഈ കഥയിലെ വില്ലനായിട്ടുള്ള ഖാസി ബാബയെ നമ്മൾ നേരാൻ വണ്ണം ഒന്ന് കാണുന്നു പോലുമില്ല. സിനിമാറ്റിക് ലിബർട്ടി ഉപയോഗിച്ച് വില്ലനെ അടിച്ചു കൊല്ലുന്ന നായകൻ സംഭവമൊന്നും ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല. ജമ്മു കാശ്മീരിലൊക്കെ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സൈനികരുടെ ജീവിതം കുറച്ചുകൂടെ അടുത്ത് കാണിക്കുക എന്നതാണ് സിനിമയുടെ മറ്റൊരു ഉദ്ദേശം. കാണുന്നവരിൽ ആരെയൊക്കെ വിശ്വസിക്കാൻ പറ്റും, ആരെല്ലാം ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു എന്നൊന്നും അറിയാതെയാണ് സൈനികർ അവിടെ പ്രവർത്തിക്കുന്നത്. കശ്മീരിലെ ഭാവി തലമുറയെ ശിക്ഷിക്കാതെ ബോധവൽക്കരണം നടത്തുക എന്ന നായകന്റെ ഉദ്ദേശവും ഈ സിനിമയിൽ സപ്ലോട്ടായിട്ട് വരുന്നുണ്ട്. പക്ഷേ സംഭാഷണങ്ങളെല്ലാം വളരെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന സ്വഭാവമുള്ള രീതിയിലാണ് വരുന്നത്. മേജർ രവിയുടെ പടത്തിൽ ബഡ്ഡി മരിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും അമിതമായിട്ട് ആത്മവിശ്വാസം കാണിക്കുന്ന പലരും മരിച്ചു പോകുമെന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. നരേന്ദ്ര ദൂബെ എന്ന നായക കഥാപാത്രത്തെ തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ ഇമ്രാൻ ഹാഷ്മി അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സ്വല്പ എനർജി കൂടിയ ലൗഡായിട്ടുള്ള കഥാപാത്രമാണ് ഈ പട്ടാളക്കാരൻ. അതിനൊരു പുതുമയുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ആ കഥാപാത്രം എത്രത്തോളം ലൗഡ് ആകാമെന്ന് ഇമ്രാന് തന്നെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുപോലെ തോന്നി. സായ് തമൻകർ ആണ് നായകന്റെ ഭാര്യയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ത്രൂ ഔട്ടുള്ള ഒരു റോൾ അല്ലെങ്കിലും ലഭിച്ചിട്ടുള്ള സീനുകളിൽ റിയലിസ്റ്റിക് ആയ രീതിയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. സോയ ഹുസൈൻ, മുകേഷ് തിവാരി, ദീപക് പരമേഷ്, ലളിത് പ്രഭാകർ എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ ആകമൊത്തത്തിലുള്ള ആശയത്തിനുള്ള പക്വത പടത്തിന്റെ എഴുത്തിൽ ഉണ്ടായില്ല എന്നത് ഒരല്പം നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പാർലമെന്റ് അറ്റാക്കിനെ വേറെ ഒരു സീക്വൻസുമായിട്ട് ജക്സ്റ്റപൊസിഷൻ ചെയ്ത് അവതരിപ്പിച്ച പരിപാടിയെല്ലാം അത്യാവശ്യം സമർത്ഥമായ ഒന്നായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിങ്കോയിസത്തിന്റെ പുറകെ പോവാത്ത ഈ സിനിമ ഒരല്പം കൂടി പക്വമായ, സ്പൂൺ ഫീഡ് ചെയ്യാത്ത ഡയലോഗുകളിലുള്ള ട്രീറ്റ്മെന്റ് അർഹിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അവർക്ക് അതിന് സാധിക്കുന്നില്ല. ഒരുപക്ഷെ മറ്റൊരു ഉറിയാകാനുള്ള വാണിജ്യ സമ്മർദ്ദം കൊണ്ടായിരിക്കാം അത് സംഭവിച്ചത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്